കാവിക്കോട് ഏന്തിയ ഭാരതാംബ വിവാദത്തിനിടെ കൃഷിമന്ത്രി പി പ്രസാദും ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഒരേ വേദിയിൽ കാർഷിക സർവകലാശാലയുടെ പരിപാടിയിലാണ് മന്ത്രിയും ഗവർണറും ഒരുമിച്ചെത്തിയത്. റാഫി കരീം തൃശൂർ ചെയ്യുന്നു. റാഫി, ഇവർ രണ്ടുപേരാണ് തുടക്കത്തിൽ ഈ ഭാരതാംബ വിവാദം തുടങ്ങി വെക്കുന്നത്, പിന്നീട് അങ്ങോട്ട് ആളിക്കത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഈ പറയുന്ന കാർഷിക സർവകലാശാലയുടെ പരിപാടിയിലും ഭാരതാംബ ചിത്രം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് പരിപാടിയുടെ വിശദാംശങ്ങൾ? അത്തരത്തിൽ എന്തെങ്കിലും ചിത്രങ്ങൾ അവിടെ ഉണ്ടോ? സുഹൈൽ, തൃശ്ശൂരിൽ നടക്കുന്ന കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിലാണ് മന്ത്രി പി പ്രസാദും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഒരുമിച്ച് വേദി പങ്കിട്ടത്. ഭാരതാംബ വിവാദത്തിന് ശേഷം രണ്ടുപേരും ഒരുമിച്ചൊരു വേദിയിലെത്തുന്നത് ഇത് ആദ്യമാണ്. ഈ വേദിയിലും ഭാരതാംബ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അഭ്യൂഹങ്ങളുണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വേദിയിലില്ല. കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് വേദിയിൽ ഇപ്പോൾ ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഈ വേദിയിൽ സംസാരിക്കും. അല്പസമയം മുൻപാണ് മന്ത്രി പി പ്രസാദ് ഈ വേദിയിൽ സംസാരിച്ചത്. മറ്റ് വിവാദങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇരുവരും തമ്മിൽ വേദിയിൽ സൗഹൃദം പങ്കിടുന്നതും പരസ്പരം സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എന്തായാലും വിവാദത്തിന് ശേഷം രണ്ടുപേരും ആദ്യം വേദി പങ്കിടുമ്പോൾ ചില പ്രതിഷേധങ്ങളും ഈ വേദിക്ക് പുറത്തുണ്ടായിരുന്നു. ഗവർണർ തൃശ്ശൂരിലേക്ക് എത്തിയപ്പോൾ അയ്യന്തോളിൽ വെച്ച് SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ പ്രതിഷേധം നടത്തിയിരുന്നു. SFI പ്രവർത്തകർ ഭരണഘടനയുടെ ആമുഖം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം നടത്തിയത്. എന്തായാലും അല്പസമയത്തിനകം ഈ ചടങ്ങ് പൂർത്തിയാകും. ഉടനെ തന്നെ ഗവർണർ അർലേക്കർ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും.